ഏതെങ്കിലും പൈശാചിക അരൂപിയെ കൂട്ടുപിടിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ ഇവിടെയോ ചിലപ്പോൾ ഇത് ഓൺലൈനിൽ വരുമ്പോൾ അവിടെയോ ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, അവര് മനാസയുടെ ജീവിതം വായിക്കണം. എന്താണ് ഒടുവിൽ സംഭവിക്കാൻ പോകുന്നത്? മക്കളെ കുരുതി കൊടുത്ത ഈ അപ്പൻ പണം ഉണ്ടാവാൻ, രാജസ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ, ദേവഗണങ്ങൾ പ്രസാദിക്കാൻ, പൈശാചികാരൂപിയുടെ സ്വാധീനത്തോടുകൂടി പ്രശസ്തി ഉണ്ടാവാൻ, പേരും പെരുമയുണ്ടാവാൻ, സമ്പത്തുണ്ടാവാൻ, പൈശാചിക രൂപികളെ പ്രസാദിപ്പിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ, ആഭിചാരങ്ങൾ, മന്ത്രവാദങ്ങൾ, ആരെങ്കിലും തകരാൻ വേണ്ടി, ആരെങ്കിലും നശിക്കാൻ വേണ്ടി പൂജാകർമ്മങ്ങൾ, ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മനാസയുടെ ജീവിതം വായിക്കണം. മനാസയുടെ ജീവിതം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, സ്വന്തം മക്കളെ കുരുതി കൊടുത്ത് ഒടുവിൽ നാശത്തിലെത്തി ഈ മനുഷ്യൻ. തലമുറകളെ കുരുതി കൊടുക്കുന്ന മഹാപാതകത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് ഓർക്കണം. ഇതൊരു ഭയാനകമായ പാപമാണ്. നാം ചിന്തിക്കുന്നതിനപ്പുറത്ത് ഗൗരവതരമായ അടരുകളുള്ള, ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള മഹാപരാധമാണ് പൈശാചിക ശക്തികളെ ഏതെങ്കിലും ഒരു ജീവിതത്തിലെ നേട്ടത്തിന് വേണ്ടി കൂട്ടുപിടിക്കുന്നത്. അത്തരം പൈശാചിക രൂപികളെ കൂട്ടുപിടിച്ച് നമ്മൾ എന്ത് സമ്പാദിച്ചാലും, എന്ത് നേടിയാലും, തിന്മയിലൂടെ നേടുന്നതൊന്നും നിലനിൽക്കില്ലെന്ന് മാത്രമല്ല, അതിനകത്ത് കണ്ണുനീരുണ്ട്, ശാപമുണ്ട്, തകർച്ചയുണ്ട്. ഒടുവിൽ അത് നമ്മയും നമ്മുടെ തലമുറയും നാശത്തിലെത്തിക്കും. ഹൃദയം തുറന്ന് പറഞ്ഞേ ഹാലേലുയാ, ചൊല്ലി പറഞ്ഞേ ഹാലേലുയാ.